ഹലോ മക്കളെ, നമ്മുടെ CUT വഴി അഗ്രികൾച്ചറിന് ICAR അഡ്മിഷൻ എങ്ങനെ നേടാം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് അവസാനം വരെ നിങ്ങൾ കംപ്ലീറ്റ് ഫുൾ കേൾക്കുക. അതുപോലെ തന്നെ അഗ്രികൾച്ചർ അതോ അലീഡ് സെക്ടറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ എത്രയും വേഗം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ അതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതിൽ വലിയ കറക്ഷൻസ് ഒന്നും വരുത്താൻ ഉണ്ടാവില്ല നിലവിൽ. എന്നാലും ചില കാര്യങ്ങൾ അഗ്രികൾച്ചറിന് വേണ്ടി നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്ട് സെലക്ട് ചെയ്യുന്നതിലാണ്. ഡൊമൈൻ സബ്ജക്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റിലും എക്സാം എഴുതാം. ഒപ്പം ICAR മാത്തമാറ്റിക്സും അഗ്രികൾച്ചറും ഇന്റർ അഗ്രികൾച്ചറും ഇപ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് സബ്ജക്ട് വഴിയും നിങ്ങൾക്ക് BSc അഗ്രികൾച്ചറിനോ ഹോർട്ടിക്കൾച്ചറിനോ അല്ലെങ്കിൽ അതുപോലുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. പക്ഷേ ഇതിലൊരു ചെറിയ കണ്ടീഷൻ കൂടിയുണ്ട്. അതായത് നിങ്ങളിപ്പോ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്ട് നിങ്ങൾ എഴുതുകയാണ്, ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് കൊടുത്ത് CUT എൻട്രൻസ് എക്സാം എഴുതുകയാണ്. അപ്പോൾ ഈ 3 സബ്ജക്റ്റുകളും അംഗീകരിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം സബ്ജക്റ്റുകൾ അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ അഗ്രികൾച്ചർ, കെമിസ്ട്രി, ബയോളജി ഒരു കുട്ടി പരീക്ഷ എഴുതുകയാണ്. ABC കോംബോ എന്ന് നമ്മൾ പറയും. അഗ്രികൾച്ചർ, ബയോളജി, കെമിസ്ട്രി ABC ഈ കോമ്പിനേഷനിൽ എക്സാം എഴുതിയ ഒരു കുട്ടി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരത് ഡിനൈ ചെയ്യും, അതായത് കൊടുക്കത്തില്ല, അഡ്മിഷൻ കൊടുക്കത്തില്ല. കാരണം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ABC കോമ്പിനേഷൻ അംഗീകരിച്ചിട്ടില്ല. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്നത് PCB കോമ്പിനേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ എഴുതിയവരെ മാത്രമേ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അംഗീകരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്നാൽ ABC കോംബോ അംഗീകരിച്ചിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വേറെയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പിനേഷൻ സബ്ജക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരെങ്കിലും ABC കോംബോയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നോക്കുക അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റി. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഈ വർഷത്തിൽ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ യൂണിവേഴ്സിറ്റികൾ വരുത്തിയിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സൈറ്റുകളിൽ കയറിയിട്ട് ആ സൈറ്റുകളിൽ എന്തൊക്കെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്, ചിലപ്പോൾ മിക്കവാറും ഇനിയേ വരത്തുള്ളൂ അപ്ഡേഷൻസ് ഒക്കെ. അപ്പൊ അത് വരുമ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ സബ്ജക്ട് ചൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ പേർക്ക് ഒരു ഡൗട്ട് വന്നൊരു കേസാണ് യൂണിവേഴ്സിറ്റി നെയിം ICAR എന്ന ഒരു ഓപ്ഷൻ ഇപ്രാവശ്യം ഇല്ല. അത് ആക്ച്വലി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എക്സാം എഴുതാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഈ സ്റ്റെപ്പിൽ നിന്നും യൂണിവേഴ്സിറ്റി നെയിം മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി നെയിമോ ICAR എന്നൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല, അത് അടുത്ത സെക്ഷനിലായിരിക്കും വരിക. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി വേറൊരു കാര്യവും കൂടി, നമ്മുടെ CUT എൻട്രൻസിനകത്തുള്ള ജനറൽ ടെസ്റ്റോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ലാംഗ്വേജോ ഒന്നും തന്നെ ICARന്റെ അഡ്മിഷന് ആവശ്യമില്ല. ഈ ഡൊമൈൻ സബ്ജക്ട്സ് മാത്രം മതി, ജനറൽ പേപ്പേഴ്സ് ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഗ്രികൾച്ചറിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഭാവിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.